ഇരിക്കും എന്ന് ഈ ഒരു സോങ് ഞാൻ കണ്ടതിലൂടെ എനിക്ക് മനസ്സിലായി. സോ ഓവർ ടു ഇന്ദ്രേട്ട. സോങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മീശ മാധവൻ. അപ്പോൾ അതിനു മുൻപ് ശരിക്കും ഈ സോങ്സ് ഒക്കെ സിനിമയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഓഡിയോ ടേപ്പിൽ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സി ഡിയിൽ കേൾക്കുമ്പോഴും മാത്രമേ കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ഞാനൊരു ഫ്രഷ് സോങ്, പുതിയൊരു സോങ് ലൊക്കേഷനിൽ പ്ലേ ചെയ്തപ്പോൾ വണ്ടർ അടിച്ച് നിന്ന് പോയത് മീശ മാധവൻ ലൊക്കേഷനിലാണ്. അതിപ്പോൾ 21-22 വർഷങ്ങളായി. ഒരുപാട് സിനിമകൾ, ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ വിദ്യാജി മ്യൂസിക് നൽകിയിട്ടുണ്ട്. പക്ഷേ 21 വർഷം കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജിയുടെ സംഗീതത്തിൽ ഒരു സോങ്ങിൽ അഭിനയിക്കാൻ. അത് പോകാതെ പോലത്തെ ഒരു സോങ് ആയതിൽ ഒരുപാട് സന്തോഷം. ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് ഇപ്പോൾ കണ്ടതുപോലെ. നല്ലൊരു മെലഡി ആയതുകൊണ്ട് തന്നെ, വളരെ സോൾഫുൾ ആയിട്ടൊരു മെലഡി ആയതുകൊണ്ട് തന്നെ ആദ്യം ശരിക്കും കുറച്ച് മൊണ്ടാഷ് പോലെ ഷൂട്ട് ചെയ്താലോ എന്നൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനാണ് അരുണിൻ്റെ അടുത്ത് പറഞ്ഞത്, വിദ്യാജിയുടെ സോങ് ആണ്, വെറുതെ വിടാൻ പാടില്ല, നമുക്ക് മസ്റ്റായിട്ട് ലിപ്പ് വേണം എന്ന് നിർബന്ധിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത സോങ്. இவ்வளோ நாள் வெயிட் பண்ணாலும் சார் இந்த மாதிரி ஒரு சாங்ல நடிக்க முடிஞ்சதில்ல. ரொம்ப தேங்க்யூ வெரி மச் സോങ് സാർ. പിന്നെ സിയാദിക മലയാളത്തിൽ ഒരുപാട് ലെജൻഡറി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്, വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സിയാദിക്കയോട് വർക്ക് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞാൻ രാവിലെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ സിയാദിക്ക അവിടെ കാണും. ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞ് ഊണ് കഴിക്കാൻ പോകുമ്പോഴും ഒരു കസേരയിട്ട് സിയാദിക്ക അവിടെ ഇരിക്കുന്നതാണ്. വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും സിയാദിക്ക അവിടെ ഇരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നൊരു 95-96 സിനിമകളോളമായി. പക്ഷേ ഇതുവരെ അങ്ങനെ ഫുൾ ടൈം, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഒരു സ്ഥലത്ത് ഒരു കസേരയിട്ട് ഇരുന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാൻ കണ്ടിട്ടില്ല. സോ ഹാറ്റ്സ് ഓഫ് ടു യു സിയാദിക്ക. എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ജെനുവിൻലി ഫ്രം മൈ ഹാർട്ട് പറഞ്ഞതാണ്. അറിഞ്ഞൂടാ. അരുൺ ലൂക്ക എല്ലാവരും കണ്ട സിനിമയാണ്. ഒരു സിനിമയാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അരുൺ ഒരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അരുൺ ഇപ്പോൾ റീസെന്റ് ഒരു ഫോർട്ട് കൊച്ചിയിൽ ഒരു പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ട്, അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എസ്തെറ്റിക് ലൂക്കയിലുണ്ടായിരുന്നു. മാരുവില്ലൻ ഗോപുരങ്ങൾ ഓരോ ഷോട്ടിലും ഓരോ സീനിലും ഉടനീള സിനിമയിലും അതുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും മാരുവില്ലൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമ. അപ്പോൾ അരുണെ പോലെ അത്രയും ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കുന്ന ഒരു പുതിയ ഡയറക്ടർ, താരതമ്യേന ഒരു പുതിയ ഡയറക്ടർ. കാരണം ഞാനത് നോട്ടീസ് ചെയ്തത്, ഞാൻ ഇപ്പോൾ ഇതിനകത്ത് സോങ്ങിലുണ്ട്, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ടേബിളിൻ്റെ സൈഡിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു. സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ ഒരു അസ്പയറിംഗ് ഫിലിം മേക്കറായിട്ടാണ്. അപ്പോൾ ഞാൻ ആ ബുക്സ് നോക്കിയപ്പോൾ ഒരു അസ്പയറിംഗ് ഫിലിം മേക്കർ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കുമോ ആ പുസ്തകങ്ങളാണ് അവിടെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഫ്രെയിംസിലൊന്നും അത് വരുന്നില്ലെങ്കിലും ആ കംപ്ലീറ്റ് പ്രോപ്പർട്ടി, അതായത് അവിടെയുള്ള ഓരോ മൈക്രോ ഡീറ്റെയിലിങ്ങിലും അത്രയും ശ്രദ്ധിച്ച് അത്രയും എസ്തെറ്റിക്കലി ട്രീറ്റ് ചെയ്താണ് ഈ സിനിമ അരുൺ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രമോദും ഞാനും കൂടെ എല്ലാ ദിവസവും, പ്രമോദ് ചില ദിവസങ്ങൾ ഉണ്ടാവില്ല, ഫോണിൽ വിളിച്ച് ഡിസ്കസ് ചെയ്യും. ഈ സീന് ഇംപ്രൂവൈസ് ചെയ്യാൻ ഒരുപാട് സ്കോപ്പ് ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. പിന്നെ പേഴ്സണലി ഞാൻ ഒരുപാട് അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണറാണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഹ്യൂമർ കഥാപാത്രങ്ങൾ വളരെ കുറച്ച് എൻ്റെ കരിയറിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ നിറഞ്ഞ ഒരു കംപ്ലീറ്റ് ഒരു ഫൺ എൻ്റർടൈനറിൽ ഞാൻ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഈ സിനിമയിൽ അഭിനയിച്ചു. ആൻഡ് ഒരുപാട് ഇംപ്രൊവൈസേഷൻ സ്കോപ്പുള്ള സിനിമയാണ്. അപ്പോൾ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും കൂടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ ഇംപ്രൊവൈസേഷൻ നന്നാവും. ശ്രുതി, സർജാനോ, വിൻസി, ഇവരോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡേ 1 കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഐസ് അങ്ങ് ബ്രേക്കായി. ആൻഡ് ഞങ്ങളൊക്കെ തമ്മിൽ നല്ലൊരു എനർജി, വളരെ ഒരു പോസിറ്റീവ് എനർജി മൊത്തത്തിൽ ലൊക്കേഷനിലുണ്ടായിരുന്നു. ഒരു ഫാമിലി പോലെയായിരുന്നു. ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഒരു ഫാമിലിയിലെ 4 പേരാണ് ഈ 4 കഥാപാത്രങ്ങൾ.
അപ്പോൾ ആ ഒരു എനർജി ഞങ്ങളൊക്കെ തമ്മിലുണ്ടായിരുന്ന ആ ഒരു എനർജി തീർച്ചയായിട്ടും സ്ക്രീനിലും റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ആൻഡ് ജോഷി സർ, താങ്ക് യു ഫോർ കമ്മിങ്. സബി സർ, താങ്ക് യു വെരി മച്ച്. ഹംസർ, താങ്ക് യു. ലിസ്റ്റൻ, താങ്ക് യു. ഇവിടെ വന്നെത്തി ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം. നല്ലൊരു സിനിമ ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികം താമസിയാതെ തന്നെ സിനിമ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ കൺസിഡർ മൈസെൽഫ് എക്സ്ട്രീംലി ലക്കി ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് ക്ഷമ, താങ്ക് യു സിയാദിക്ക, താങ്ക് യു അരുൺ. ഇവിടെ സംസാരിച്ച എല്ലാവരും യൂസ് ചെയ്തൊരു കോമൺ വേർഡ് ഐ തിങ്ക് ഇസ് ഫാമിലി. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തതും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു തന്ന ക്ഷമയ്ക്കും അരുണും താങ്ക് യു. ഇറ്റ് വുഡൻറ്റ് obviously have been possible without you guys. I think എൻ്റെ ഒരു ലിമിറ്റഡ് കരിയർ എക്സ്പീരിയൻസിൽ ദിസ് ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സെറ്റ്സ്. ആൻഡ് ഷെറിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വിൽ ഓൾവേസ് ബി വെരി സ്പെഷ്യൽ ടു മീ. വിദ്യാജി, താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. സെറ്റിലുള്ള കോമൺ നോളജാണ് പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം കുടിച്ചു എന്ന്. കാരണം ലിപ്സിങ് is not really my forte, but patient ആയിട്ട് അത് ഷൂട്ട് ചെയ്ത് അരുണും കൂടെ വളരെ പേഷ്യൻ്റ് ആയിട്ട് ഇന്ദ്രേട്ടനും താങ്ക് യു സോ മച്ച്. ബട്ട് നമ്മുടെ സിനിമ അടുത്തിടെ റിലീസാവും. ആൻഡ് it's a movie like all movies made with a lot of heart and honesty. Pramod, beautiful all the ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രമോദിൻ്റെ അടുത്ത്, ദറ്റ് ഒരുപാട് ഓണസ്റ്റി ഉള്ള ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിൽ. സോ ഐ ഹോപ്പ് ഇറ്റ് ഹാസ് റിഫ്ലെക്റ്റഡ് ഓൺ സ്ക്രീൻ ആൻഡ് ഐ ഹോപ്പ് ആ ഫിലിം ഇസ് എ ഹ്യൂജ് സക്സസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ജോഷി സർ, സിബി സർ, ലിസ്റ്റൻ, ഓൾ ഓഫ് യു ഫോർ കമ്മിങ് ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് മൂവി. ക്ഷമയെക്കുറിച്ച് ഞാൻ പറയാൻ പറ്റുമോ നേരത്തെ? സിയാദിക്ക, ഡെഫിനറ്റ്ലി കോക്കേഴ്സ് എൻ്റർടൈൻമെൻറ്റ് ഇസ് ഇൻ സേഫ് ഹാൻഡ്സ്. കാരണം ഞാനും ക്ഷമയും കൂടെ ഒരു ദിവസം ഒരു ലോങ് കോൺവെർസേഷനിൽ ക്ഷമയുടെ സിനിമ ഡ്രീംസിനെ കുറിച്ചും ക്ഷമയുടെ ഐഡിയാസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. ആൻഡ് ഇറ്റ്സ് വണ്ടർഫുൾ. ദ കമ്പനി ഈസ് ഇൻ വെരി സേഫ് ഹാൻഡ്സ്. ആൻഡ് നല്ല കുറേ സിനിമകൾ ഈ കമ്പനിയിൽ നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് വസിഷ്ഠിൻ്റെ കൂടെ ചെയ്ത സീനുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീനുകളാണ് സിനിമയിൽ. അധികം അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത സീനുകളാണ് വസിഷ്ഠിനോട് അഭിനയിച്ച സീനുകൾ. താങ്ക് യു വസിഷ്ഠ്. സോറി, ശ്യാം ഇവിടെ ഇല്ല. പക്ഷേ ശ്യാം ആർ സിനിമാറ്റോഗ്രാഫർ. ഈ ബ്യൂട്ടിഫുൾ വിഷ്വൽസിൻ്റെ പുറകെ ശ്യാമായിരുന്നു. ആൻഡ് ഓൾസോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്യാം ഹാസ് ബിൻ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ നമ്മുടെ സെറ്റിലെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും. അപ്പോൾ ശ്യാം, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഷെറിൻ ആൻഡ് ഷിൻഡോ. അപ്പം ഞങ്ങൾ ഈ തിയേറ്ററിൽ വന്ന് നിങ്ങളുടെ റൊമാൻറ്റിക് എക്സ്പീരിയൻസും ഈ ഒരു വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഞങ്ങൾ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.